സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്. വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ കോൺഗ്രസിന്റെ മദ്യവിരുദ്ധ നയത്തിൽ നിന്നും വ്യതിചലിക്കാൻ ആർക്കും അവകാശമില്ലെന്നും നയപരമായ വിഷയങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും കർശന നിർദ്ദേശവുമായി കെ.സി. വേണുഗോപാൽ രംഗത്ത് വന്നു. ഇതോടെ വിവാദമായ മദ്യനയം പിൻവലിക്കാനോ അല്ലെങ്കിൽ മരവിപ്പിക്കാനോ സർക്കാർ നിർബന്ധിതമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വീര്യം കുറഞ്ഞ മദ്യം എന്ന ആശയം കേരളത്തിൽ നടപ്പിലാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഈ ഇടപെടലുകൾ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇനി പാർട്ടി തലത്തിൽ കൃത്യമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി വ്യക്തമാക്കിയത് നിർണായകമായി. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാടില്ലെന്ന ഹൈക്കമാൻഡ് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കെ.സിയുടെ ഈ നിലപാട് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രവർത്തന ശൈലിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാതെ നയപരമായ ഒരു തീരുമാനവും ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും മദ്യവിരുദ്ധ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ സർക്കാരിന് അവകാശമില്ലെന്നും ജനങ്ങൾക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ എന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു. മദ്യനയം, തീരദേശ ഖനനം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലോടെ വിവാദമായ മദ്യനയം സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ സാധ്യതയേറുകയായിരുന്നു. എക്സൈസ് വകുപ്പിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ ധനവകുപ്പ് ധൃതി പിടിച്ച് നടപ്പിലാക്കിയ മദ്യനയം യു.ഡി.എഫിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എക്സൈസ് മന്ത്രി എം. ലിജു ഉൾപ്പെടെയുള്ളവർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചത് സർക്കാരിന്റെ തുടക്കത്തിലെ വീഴ്ചയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ബജറ്റ് നിർദ്ദേശം ഏകപക്ഷീയമാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് മന്ത്രിയുടെ നീക്കങ്ങൾ. ഈ വിഷയം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. മദ്യക്കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവ. ഇതിനു പിന്നിൽ കർണാടക കേന്ദ്രീകൃതമായ മദ്യലോബിയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നു. 600 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകുന്ന ഈ തീരുമാനം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനം പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് സർക്കാർ വൃത്തങ്ങൾ മൗനം പാലിക്കുമ്പോഴും വരാനിരിക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ വിഷയം കടുക്കുമെന്ന് ഉറപ്പാണ്. മതസംഘടനകളും മദ്യവിരുദ്ധ പ്രവർത്തകരും കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ സർക്കാർ തങ്ങളുടെ നിലപാട് തിരുത്താൻ നിർബന്ധിതമാകും. ഈ വിഷയത്തിൽ എം. ലിജുവും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിർണായകമാകും. മുൻ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്തെ വിദേശ മദ്യചട്ട ഭേദഗതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികുതി ഘടനയിലെ ഇളവ് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകിയത്. കർഷകർക്ക് ഗുണകരമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ബജറ്റിൽ വൻകിട കമ്പനികൾക്ക് നേട്ടമുണ്ടാകുന്ന തീരുമാനങ്ങൾ കടന്നുകൂടിയത് സർക്കാരിന്റെ ജാഗ്രത കുറവായി ഉയർത്തപ്പെടുന്നു. നിയമസഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കുമ്പോൾ മദ്യനയം സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. സഭയിൽ ഭരണപക്ഷത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ബജറ്റിലെ പ്രഖ്യാപനത്തെ പൂർണ്ണമായി തള്ളാതെ തന്നെ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരുത്താനോ നടത്തിപ്പിൽ കർശന ഉപാധികൾ ഏർപ്പെടുത്താനോ സർക്കാർ നിർബന്ധിതമായേക്കാം. അധികാരവും നയവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് ഇവിടെ പ്രകടമാകുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഏകപക്ഷീയമായ തീരുമാനങ്ങളും സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സതീശൻ സർക്കാരിന്റെ മുന്നിലുള്ള ആദ്യത്തെ വലിയ അഗ്നിപരീക്ഷയാണിത്.